അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ അയ്യുഹ തുല്ലാബുൽ അഹിബ്ബ മർഹബൻ ബിക്കും ഇലാ സഫിൻ ജദീദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒന്നാമത്തെ യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അല്യോം യദ്ഖുലുൽ വഹ്ദത്തി സാനിയ. ഇന്ന് നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിലേക്കാണ് കടക്കുന്നത്. മസ്മു ആദിഹിൽ വഹദ. എന്താണ് ഈ യൂണിറ്റിൻ്റെ പേര്? എന്താണ്? സിറുൻ നജാഹ്. എന്താണ് വായിക്കുക? സിറുൻ നജാഹ്. എന്താണ് സിറുൻ നജാഹ് എന്ന് പറഞ്ഞാൽ? മമാന നജാഹ്. നജാഹ് വിജയം, സിറ് രഹസ്യം. അപ്പോൾ എന്തായിരിക്കും? വിജയത്തിൻ്റെ രഹസ്യം. അതാണ് നമ്മുടെ യൂണിറ്റിൻ്റെ പേര് അല്ലേ? കം ബാബൻ ഫി ആദിഹിൽ വഹദ. ഈ യൂണിറ്റിൽ എത്ര ബാബുകൾ വരുന്നുണ്ട്? എത്ര ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്? അർബഅത്തു അബ്വാബിൻ അല്ലേ? 4 ചാപ്റ്ററുകളാണ് ഇതിൽ വരുന്നത്. ഒന്നെന്താണ്? ഹമ്മാറുൽ അഹ്ലാം. ഒരു ഖിസ്സയാണ് അല്ലേ? ഒരു കഥ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു തർജുമത്ത് ഹയാത്ത്, ഒരു ബയോഗ്രഫി ഉണ്ട് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ. അതുപോലെ തന്നെ സയ്യിദാത്തുൽ ഖമർ നെഹ്നു അത്ഫാൽ സിആർ എന്ന് പറയുന്ന മൽനൂം, ഒരു കവിതയും കൂടെയാണ് നമുക്ക് ഈ വഹദയിൽ വരുന്നത് കേട്ടോ. പുതിയ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി ടീച്ചർ നിങ്ങൾക്ക് കുറച്ച് ചിത്രങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾ നോക്കൂ, ആരൊക്കെയാണ് ചിത്രത്തിൽ കാണാൻ പറ്റുന്നത് എന്ന്. ആരാണിവരൊക്കെ? നിങ്ങളെപ്പോലെ കളിച്ച് നടക്കേണ്ട പ്രായത്തിൽ വീൽ ചെയറിൽ ജീവിതം ഒതുങ്ങിപ്പോയിട്ടുള്ള കുട്ടികളാണ് അല്ലേ? അതായത് ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾ അല്ലേ? എന്നാൽ അവർ അതിൽ നിരാശപ്പെട്ട് ജീവിക്കുകയാണോ ചെയ്യുന്നത്? അല്ല. നിങ്ങൾ ചിത്രത്തിൽ നോക്കൂ, കൈകളില്ലാത്ത കാലുകളില്ലാത്ത ആളുകളൊക്കെ നമ്മെ പോലെ കളിക്കുകയും നീന്തുകയും എല്ലാം ചെയ്യുന്നുണ്ടല്ലേ? അവരുടെ ജീവിതത്തിലെ ആത്മവിശ്വാസം കൊണ്ട്, അവരുള്ള ആത്മവിശ്വാസം കൊണ്ട് ജീവിതത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഉയർന്ന സ്ഥാനങ്ങളിലും അവരുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളൊക്കെ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റുന്നത്. കണ്ടില്ലേ എല്ലാവരും? കുട്ടികളായിട്ടുള്ള നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയുള്ള ആളുകളെ അവഗണിക്കരുത് അല്ലേ? നിങ്ങളെ കണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ സഹായിക്കുകയാണ് വേണ്ടത്. എന്തായിരിക്കും നമ്മൾ ഭിന്നശേഷിക്കാർ എന്നുള്ളതിന് അറബിയിൽ പറയുക? എന്തായിരിക്കും അറിയാമോ? ഇഹ്തിയാജാത്തുൽ മുഖ്തലിഫ എന്നാണ് പറയുക കേട്ടോ. ഇഹ്തിയാജാത്തുൽ മുഖ്തലിഫ, അതായത് മറ്റുള്ള ആളുകളുടെ സഹായം ആവശ്യമുള്ള, അതുപോലെ തന്നെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് അറബിയിൽ എന്താണ് പറയാറ്? ഇഹ്തിയാജാത്തുൽ മുഖ്തലിഫ എന്നാണ് ഉപയോഗിക്കാറ് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് കടക്കാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കൂ, എന്താണ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത്? ഫി ഹാദിഹി സൂറ അന്നൽ ഔലാദ് വഹും മാതാ. എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വഹും യൽഅബൂൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? മാതാ യൽഅബൂൻ. എന്താണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്? അൽ ഖുറത്തുൽ ഖദം. എന്താണ്? അൽ ഖുറത്തുൽ ഖദം, ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? വഹുനാക വലജുൻ യജ്ലിസു അലൽ കുർസിയിൽ മുത്തഹദ്ദിഖ്. മമാന കുർസിയിൽ മുത്തഹദ്ദിഖ്? വീൽ ചെയറാണ് കേട്ടോ. വീൽ ചെയറിനാണ് കുർസിയിൽ മുത്തഹരിക്ക് എന്ന് പറയുന്നത്. ആ കുട്ടികളുടെ കൂടെ ആ വീൽ ചെയറിലിരിക്കുന്ന കുട്ടിയും അവരുടെ കൂടെ തന്നെ കളിക്കുന്നുണ്ട് അല്ലേ? അവരവനെ മാറ്റി നിർത്തുന്നുണ്ടോ? ഇല്ല. അവരും എന്താണ്? അവനെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് അവരുടെ കൂടെ കളിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാർക്കിടയിൽ ഇങ്ങനെയുള്ള കുട്ടികളുണ്ട് എങ്കിൽ അവരെ ഒരിക്കലും ഒറ്റപ്പെടുത്തരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് കടക്കാം. മാ ഉൻവാനു ഹാദ ദർസ്. എന്താണ് ഈ പാഠത്തിൻ്റെ ഹെഡിങ്? എന്താണ്? ഹമ്മാറുൽ അഹ്ലാം എന്നാണ് അല്ലേ? ഹമ്മാറുൽ അഹ്ലാം. മാമാനുൽ അഹ്ലാം. എന്താണ് അഹ്ലാം എന്ന് പറഞ്ഞാൽ? ഹുൽമുൻ ജം ആണ് അഹ്ലാം എന്ന് പറയുന്നത്. ഹുൽമുൻ സ്വപ്നം, അഹ്ലാം സ്വപ്നങ്ങൾ. ഹമ്മാൽ എന്ന് പറഞ്ഞാൽ വാഹകർ, വഹിക്കുന്നവർ എന്നാണ് കേട്ടോ. സ്വപ്നങ്ങളെ വഹിക്കുന്നവർ അല്ലെങ്കിൽ സ്വപ്നങ്ങളുടെ വാഹകർ എന്നാണ് അതിൻ്റെ അർത്ഥം. എന്തിനെക്കുറിച്ചായിരിക്കും ഈ പാഠത്തിൽ പറയുന്നത്? ഇത് നമുക്ക് വീൽ ചെയറിനെ കുറിച്ച് പറയുന്നൊരു കഥയാണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം അല്ലേ? അന മർക്കബുൻ. നോക്കൂ, അന മർക്കബുൻ ലീ ദൂലാബാനി ഖബീറാനി വദൂലാബാനി സ്വഗീറാൻ അതഹറകു മിൻ മക്കാനിൻ ഇലാ മക്കാനിൻ മിൻ ബൈത്തിൻ ഇലാ മദ്രസത്തിൻ മിൻ മദ്രസത്തിൻ ഇലാ സൂഖിൻ വമിൻ മുസ്തഷ്ഫ ഇലാ ബൈത്തിൻ.
ടീച്ചർ അതുവരെയുള്ള അർത്ഥം പറഞ്ഞുതരാം, എന്നിട്ട് ബാക്കി ഭാഗം നോക്കാം കേട്ടോ. അന മർക്കബുൻ, ഞാനൊരു മർക്കബാണ്. എന്താണ് മർക്കബ്? മർക്കബ് വാഹനം അല്ലെ, ഞാനൊരു വാഹനമാണ്. ലീ എനിക്കുണ്ട്, എനിക്കുണ്ട്. ദൂലാബാനി കെബീറാനി, രണ്ട് വലിയ ചക്രങ്ങൾ വീലുകളുണ്ട് എന്നാണ്. ദൂലാബാനി കെബീറാനി, എനിക്ക് രണ്ട് വലിയ വീലുകളുണ്ട്, രണ്ട് വലിയ ചക്രങ്ങളുണ്ട്. വധൂലാബാനി സ്വൈറാനി, അതുപോലെ തന്നെ എനിക്ക് രണ്ട് ചെറിയ ചക്രങ്ങളുമുണ്ട്. വധൂലാബാനി, എനിക്ക് രണ്ട് ചക്രങ്ങളുമുണ്ട്. സ്വൈറാനി, നീളം കുറഞ്ഞ. കെബീറിൻ ഓപ്പോസിറ്റാണ് ഏത്? സ്വൈർ അല്ലെ, വലുത് ചെറുത് എന്നാണ് അർത്ഥം. അത്തഹറക്കു ചലിക്കുക. അത്തഹറക്കു ഞാൻ ചലിക്കുന്നു. മിൻ മക്കാനിൻ ഇലാ മക്കാനിൻ, മക്കാന് മക്കാൻ സ്ഥലം അല്ലേ. മിൻ മക്കാനിൻ ഇലാ മക്കാനിൻ, ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക്. മിൻബൈത്തിൻ ഇലാ മദ്രസത്തിൻ, മിൻബൈത്തിൻ ബൈത്ത് വീട്, മദ്രസത്ത് സ്കൂളാണ് അല്ലേ, വീട്ടിൽ നിന്നും സ്കൂളിലേക്ക്. മിൻ മദ്രസത്തിൻ ഇലാ സൂഖിൻ, അതേപോലെ തന്നെ മിൻ മദ്രസത്തിൻ സ്കൂളിൽ നിന്നും ഇലാ സൂഖിൻ, സൂഖ് മാർക്കറ്റ് അല്ലേ, അങ്ങാടി മാർക്കറ്റിലേക്കും. വമിൻ മുസ്തഷ്ഫ ഇലാ ബൈത്തിൻ, അതേപോലെ തന്നെ വമിൻ മുസ്തഷ്ഫ മുസ്തഷ്ഫ ഹോസ്പിറ്റലിൽ നിന്നും ഇലാ ബൈത്തിൻ വീട്ടിലേക്കും. ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഞാനിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. ബാക്കി ഭാഗം നോക്കൂ. ലസ്തു കുർസിയൻ വലാ ദറാജത്തൻ ആദിയ ലാ അഹ്മിലു ജമീഅ അന്നാസ് അൽജാലിസു യഅ്തമിദു അലയ്യ ഫിൽ ലഅബി വൽ അക്ലി വൽ അമലി വസ്സഫരി വലിതഹ്ഖീഖി കുല്ലി അഹ്ലാമിഹി ഹത്താ സിർതു ഹമ്മാലൽ അഹ്ലാം. എന്താണ് പറയുന്നത്? ലസ്തു ഞാനല്ല, കുർസിയൻ ഒരു കസേരയല്ല എന്നാണ്. വല അതോടൊപ്പം തന്നെ ഞാനല്ല, ദറാജത്തൻ ആദിയത്തൻ ഒരു സാധാരണ സൈക്കിളുമല്ല എന്നാണ്. ദറാജത്ത് സൈക്കിളാണ് അല്ലേ. ആദിയത്ത് സാധാരണയായിട്ട് കാണുന്ന, സാധാരണ ഉപയോഗിക്കുന്ന ഒരു സൈക്കിളുമല്ല ഞാൻ എന്നാണ് ആര് പറയുന്നത്? അൽ കുർസിയിൽ മുത്തഹരിക് അല്ലേ, വീൽ ചെയർ പറയാണല്ലേ. ബാക്കി ഭാഗം നോക്ക്. ലാ അഹ്മിലു, ഞാൻ വഹിക്കുന്നില്ല. ഹമില യഹ്മിലു വഹിക്കുക എന്നാണ് കേട്ടോ. ഞാൻ വഹിക്കുന്നില്ല. ജമീഅ അന്നാസ് എല്ലാ ആളുകളെയും വീൽ ചെയർ വഹിച്ചുകൊണ്ട് പോവോ? ഇല്ല. അംഗവൈകല്യമുള്ള അല്ലെങ്കിൽ എന്താണ് രോഗികളായിട്ടുള്ള ആളുകളൊക്കെയാണ് വീൽ ചെയർ സാധാരണ വഹിക്കാറ് അല്ലേ. അതാണ് വീൽ ചെയർ പറയുന്നത്. പിന്നെ എന്താണ് പറയുന്നത് നോക്കൂ. അൽ ജാലിസു ഇരിക്കുന്നവൻ യാതമിതു അലയ്യ, യാതമിതു അവലംബിക്കുക എന്നാണ്, ഡിപ്പെൻഡ് ചെയ്യുക അല്ലേ. യാതമിതു അലയ്യ എന്നെ അവലംബിക്കുന്നു. ഫില്ലഅബി ലഅബ് കളിയിലും, വൽ അക്കിലി ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, അക്കില് ഫുഡ് കഴിക്കുക അതാണ് അക്കില്. വൽ അമല് ജോലി ചെയ്യുന്ന സമയത്ത്, അമല് ജോലി. വസ്സഫർ യാത്ര അല്ലെ, യാത്രയിലും ജോലിയിലും ഭക്ഷണം കഴിക്കുന്നതിലും കളിക്കുന്നതിലുമെല്ലാം അതിലിരിക്കുന്ന ആളെന്ത് ചെയ്യുന്നുണ്ട്? എന്നെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, എന്നെയാണ് അവലംബിക്കുന്നത് എന്നാണ്. എന്തിനു വേണ്ടിയിട്ട്? വലി തഹ്ഖീഖ് യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടിയിട്ട്. യാഥാർത്ഥ്യമാക്കുവാൻ. കുല്ലി അഹ്ലാമിഹി, അഹ്ലാം നമ്മൾ നേരത്തെ പറഞ്ഞു സ്വപ്നങ്ങളാണല്ലേ, അവൻ്റെ എല്ലാ സ്വപ്നങ്ങളെയും യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ട്. ഏതുവരെ? ഹത്ത സിർതു ഞാൻ ആയിത്തീരുന്നത് വരെ. ഹത്ത വരെ എന്നാണ്. സിർതു ഞാൻ ആയിത്തീരുന്നത് വരെ. ഹമ്മാലൽ അഹ്ലാം സ്വപ്നങ്ങളുടെ വാഹകനായിത്തീരുന്നത് വരെ എന്നാണ് കേട്ടോ. ടീച്ചർ വായിച്ചു തന്നതുപോലെ ഇതിൻ്റെ മീനിങ് വെച്ച് നിങ്ങൾ വായിച്ചു നോക്കണം കേട്ടോ. പുതിയ വേർഡ്സുകൾ നോട്ട് പുസ്തകത്തിലേക്ക് എഴുതിയെടുക്കുകയും വേണം. ഇനി നമുക്ക് ഈ പാഠത്തിലെ ആക്ടിവിറ്റീസുകൾ നോക്കാം. നോക്കൂ, അവിടെ താഴെയായിട്ട് കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണത്? ലിമാദ യസ്തഅ്മിലുന്നാസ്, എന്തിനു വേണ്ടിയാണ് യസ്തഅ്മിലു ഉപയോഗിക്കുന്നത്, ആളുകൾ ഉപയോഗിക്കുന്നത്. അൽ കുർസി അൽ മുത്തഹരിക് വീൽ ചെയർ എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നാണ്. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ഹൽ തഅരിഫൂൻ നിങ്ങൾക്കറിയാമോ? മൻ യസ്തഖ്ദിമു ആരാണ് ഉപയോഗിക്കുന്നത്. അൽ കുർസി അൽ മുത്തഹരിക് വീൽ ചെയർ ആരാണ് ഉപയോഗിക്കുന്നത് എന്നാണ്. അടുത്ത ചോദ്യം മാ മീസാത്തുൽ കുർസിയിൽ മുത്തഹരിക്കിൽ അസ്രി
ഇപ്പോഴത്തെ മോഡേൺ വീൽ ചെയറുകൾ ഉണ്ടല്ലോ, ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള വീൽ ചെയറുകൾ, അവയുടെ മീസാത്ത് പ്രത്യേകതകളാണ്, അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയായിരിക്കും ഇതിന് ഉത്തരം എഴുതുക? എന്തായിരുന്നു ഒന്നാമത്തെ ചോദ്യം? എന്തിനു വേണ്ടിയാണ് ആളുകൾ വീൽ ചെയർ ഉപയോഗിക്കുന്നത് എന്നാണ് അല്ലേ. നമുക്ക് എങ്ങനെ ഉത്തരം പറയാൻ പറ്റും? എന്തിനു വേണ്ടിയാണ് ആളുകൾ വീൽ ചെയർ ഉപയോഗിക്കുന്നത്? അറിയാം, ശാരീരികമായിട്ട് പ്രയാസമുള്ള ആളുകൾ, അല്ലെങ്കിൽ രോഗികളായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകളൊക്കെ അവർക്കൊരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ എന്ത് വേണം? വീൽ ചെയർ വേണം അല്ലേ. നേരത്തെ നമ്മൾ പറഞ്ഞു, വീട്ടിൽ നിന്ന് മദ്രസയിലേക്ക്, മദ്രസയിൽ നിന്ന് മാർക്കറ്റിലേക്ക്, അല്ലേ, ഹോസ്പിറ്റലിലേക്ക് ഒക്കെ പോകാൻ എന്ത് വേണം? വീൽ ചെയർ വേണം. എങ്ങനെ ഉത്തരം പറയാം? ടീച്ചർ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. എന്താണ് വായിക്കേണ്ടത്? യസ്താമിലുന്നാസ്, ആളുകൾ ഉപയോഗിക്കുന്നു, അൽ കുർസിയൽ മുത്തഹരിക, വീൽ ചെയർ, ബിസബബിൽ ഈ ആകാത്തിൽ ജസദിയ, ശാരീരിക വൈകല്യങ്ങൾ കാരണത്താലോ, അവിൽ ഇസ്വാബാജ്, അല്ലെങ്കിൽ വല്ല പരിക്കുകൾ കാരണത്താലോ, അവിൽ അമ്രാദ്, അല്ലെങ്കിൽ രോഗങ്ങൾ കാരണത്താലോ, അല്ലതി തഈഖ് ഖുദ്റതഹും, അവരുടെ കഴിവിനെ, തഈഖ് എന്ന് പറഞ്ഞാൽ തടസ്സപ്പെടുത്തുക എന്നാണ് കേട്ടോ, അവരുടെ കഴിവിനെ തടസ്സപ്പെടുത്തുന്ന, എന്തിനു തടസ്സപ്പെടുത്തുന്ന, അലൽ മഷി അവിൽ ഹർക്ക, നടക്കുവാനോ അല്ലെങ്കിൽ ചലിക്കുവാനൊക്കെ അവർക്ക് പ്രയാസമുണ്ടാകുന്ന സമയത്താണ് അവരെന്ത് ചെയ്യുന്നത്? വീൽ ചെയർ ഉപയോഗിക്കുന്നത് എന്നാണ്. ഈ രീതിയിൽ നമുക്ക് ഉത്തരം എഴുതാം. അല്ലെങ്കിൽ നമ്മുടെ പാഠഭാഗത്തിൽ നിന്നും ഇവിടെ പറയുന്നുണ്ടല്ലോ, വലിതഹ്ഖീഖി കുല്ലി അഹ്ലാമിഹി, അവൻ്റെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടിയിട്ട്, ഇങ്ങനെയും എഴുതാം കേട്ടോ. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ആരാണ് വീൽ ചെയർ ഉപയോഗിക്കുന്നത് എന്നാണ് അല്ലേ. ആരൊക്കെയാണ് ഉപയോഗിക്കുന്നത്? അൽ മരീൽ, അല്ലെ, രോഗിയായിട്ടുള്ള ആളുകൾ. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾ. എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ദുൽ ഇഹ്തിയാജാത്തിൻ മുഖ്തലിഫ, അല്ലേ. അടുത്ത ചോദ്യം എന്തായിരുന്നു? ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ഇപ്പോഴത്തെ മോഡേൺ വീൽ ചെയറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നാണ്. എന്തൊക്കെയാണ്? ടീച്ചർ ഇവിടെ ഉത്തരം കൊടുത്തിട്ടുണ്ട് നോക്കൂ. ഹഫീഫുൽ വസിൻ, വെയിറ്റ് കുറവാണ് എന്നാണ്. വസഹലത്തൊയ്യി, അതുപോലെ തന്നെ മടക്കി വെക്കാൻ എളുപ്പമാണ്. ലിന്നഖ്ലി, നമുക്ക് എങ്ങോട്ടെങ്കിലും നീക്കി വെക്കാനോ, വത്തഹ്സീൻ, അതുപോലെ തന്നെ സൂക്ഷിച്ചു വെക്കാനൊക്കെ. വത്തഹക്കുമുൽ കർബായി, അതുപോലെ തന്നെ ഇലക്ട്രിക് ഫങ്ഷൻസുകൾ ഉണ്ട് അല്ലേ. എന്തിനേലും തസ്ഹീലുൽ ഹർക്ക, എളുപ്പത്തിൽ ചലിക്കുവാൻ. ഇപ്പം നമുക്കറിയാം, അതിൽ ഇരിക്കുന്ന ആളുകൾക്ക് സ്വയം ചലിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫങ്ഷൻസൊക്കെ എന്തുണ്ട്? ഇന്നത്തെ വീൽ ചെയറുകളിലുണ്ട് അല്ലേ. പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്ന വീൽ ചെയറുകളൊക്കെ എങ്ങനെയായിരുന്നു? പിന്നിൽ നിന്നും ഒരാളിങ്ങനെ തള്ളിക്കൊടുക്കണം അല്ലേ. എന്നാൽ ഇന്നത്തെ വീൽ ചെയറുകൾ എന്താണ്? രോഗികളായിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ സ്വയം ചലിപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വീൽ ചെയറുകളാണ് ഇന്നുള്ളത് എന്നാണ്. ബാക്കി എന്താണ്? വ ഇംകാനിയത്തു തഅദീലിൽ മഖാദ് വദ്ദആഇം ഹസ്ബ ഇഹ്തിയാജാത്തിൽ മുസ്തഖ്ദിം. വ ഇംകാനിയത്തു തഅദീലിൽ മഖാദ്, തഅദീലുൽ മഖാദ് എന്ന് പറഞ്ഞാൽ സീറ്റ് മടക്കി വെക്കാനുള്ള ഫെസിലിറ്റിയാണ് കേട്ടോ. ഇംകാനിയാത്ത് എന്ന് പറഞ്ഞാൽ സൗകര്യം എന്നാണ്. എന്തിനുള്ള? തഅദീലുൽ മഖാദ്, തഅദീൽ മടക്കി വെക്കാൻ എന്ന് തന്നെയാണ് അർത്ഥം. അൽ മഖാദ്, സീറ്റ് മടക്കി വെക്കുവാനും. ദആഇം, ദആഇം എന്ന് പറഞ്ഞാൽ അതിൽ സപ്പോർട്ടീവ്സ് ആണ് കേട്ടോ. അതിൽ സപ്പോർട്ട് ചെയ്യുന്ന മറ്റു ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മടക്കി വെക്കാനുള്ള സൗകര്യമുണ്ട്. ഹസ്ബ ഇഹ്തിയാജാത്തിൽ മുസ്തഖ്ദീം, അത് ഉപയോഗിക്കുന്ന ആളുകളുടെ ആവശ്യാനുസരണം. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ 3 ചോദ്യത്തിന് ഉത്തരം എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പാഠത്തിലെ ആക്ടിവിറ്റീസുകളിലേക്ക് കടക്കാം. ആക്ടിവിറ്റി നോക്കൂ. നുലാഹിദു വനക്തുബു, നമുക്ക് വീക്ഷിക്കാം, നമുക്ക് വായിക്കാം എന്നാണ്. മാ ഹാദിഹി, എന്താണിത്? നിങ്ങൾ എന്താണ് അവിടെ കാണുന്നത്? ഹാദിഹി നല്ലാറത്തുൻ, അതെന്താണ്? കണ്ണടയാണ്. എന്താണ്? നല്ലാറ, കണ്ണട. അന നല്ലാറത്തുൻ, എന്താണ് കണ്ണട പറയുന്നത് എന്ന് നോക്കാം അല്ലേ. അന നല്ലാറത്തുൻ, ഞാൻ കണ്ണടയാകുന്നു. ഞാൻ നല്ലാറത്തുൻ, കണ്ണടയാകുന്നു. ലീ രിജിലാനി, എനിക്ക്, രിജില് കാല്, രിജിലാനി 2 കാലുകൾ, എനിക്ക് 2 കാലുകളുണ്ട്. അജ്ലിസു, ഞാൻ ഇരിക്കുന്നത്, അലാ വജ്ഹിന്നാസ്, ആളുകളുടെ മുഖത്താണ് ഞാൻ ഇരിക്കുന്നത്. ഉസാഇദു അയുനന്നാസ്, ഞാൻ ആളുകളുടെ, ഉസാഇദു ഞാൻ സഹായിക്കുന്നു, അയുനന്നാസ് ആളുകളുടെ കണ്ണിന്, അഥവാ കണ്ണ് കാണുവാൻ വേണ്ടിയിട്ട് ഞാൻ ആളുകളെ സഹായിക്കുന്നുണ്ട് എന്നാണ് കണ്ണട പറയുന്നത്. അടുത്ത ചിത്രത്തിൽ എന്താണ് കാണാൻ പറ്റുന്നത്? അന ഉക്കാസ,
ആരാണ്? അന ഉക്കാസ, ഞാൻ ഉക്കാസയാണ്. വമാന ഉക്കാസ, എന്താണ് ഉക്കാസ എന്ന് പറഞ്ഞാൽ ഊന്നുവടി അല്ലേ? ഊന്നുവടിക്കാണ് ഉക്കാസ എന്ന് പറയുന്നത്. ജിസ്മി നഹീഫുൻ വ തൊവീലുൻ, ജിസ്മി എൻ്റെ ശരീരം, നഹീഫുൻ വ തൊവീലുൻ മെലിഞ്ഞതും അതുപോലെ തന്നെ നീളമുള്ളതുമാകുന്നു. അന ഉക്കാസ, ഞാൻ ഊന്നുവടിയാണ്. ജിസ്മി നഹീഫുൻ വ തൊവീലുൻ എൻ്റെ ശരീരമാകട്ടെ മെലിഞ്ഞതും നീളമുള്ളതുമാകുന്നു. അന ഐനുൽ അഅമ, അന ഞാൻ ആരാണ്? ഐനുൻ കണ്ണാകുന്നു, അല്ല അമ അന്ധരായിട്ടുള്ള ആളുകളുടെ കണ്ണാകുന്നു എന്നാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ? കണ്ണ് കാണാത്ത ആളുകൾ വടിയും പിടിച്ചിങ്ങനെ നടക്കുന്നത് കണ്ടിട്ടില്ലേ? അതാണ് അന ഐനുൽ അഅമ എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത നോക്കൂ, എന്താണ് അവിടെ കാണാൻ പറ്റുന്നത്? അത് ഇയർബഡ് ആണ് അല്ലേ? ശ്രവണ സഹായി. എന്തിനാണത് ഉപയോഗിക്കുന്നത്? ചെവി കേൾക്കാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ ചെവി കേൾക്കുന്നത് കുറവുള്ള ആളുകൾക്കൊക്കെ ഉപയോഗിക്കുന്നതാണത്. എന്താണ് അവിടെ കൊടുത്തിട്ടുള്ളതെന്ന് നോക്കൂ. അന മുഈനു സമഅ ഹജ്മി സ്വഗീറുൻ അഖ്തഫി വറാ അൽ ഉദ്ൻ ഉസാനിദു ളുഅഫ സമഅ. അന മുഈനു സമഅ, ഞാൻ എന്താണ്? ശ്രവണ സഹായിയാണ്. മുഈനുൻ സഹായിയാകുന്നു, അസ്സമഅ കേൾവിയുടെ അഥവാ ശ്രവണ സഹായിയാകുന്നു. ഹജ്മി സ്വഗീറുൻ, ഹജ്മ് വലിപ്പം, സൈസ്, അതാണ് ഹജ്മ് എന്ന് പറഞ്ഞാൽ കേട്ടോ. ഹജ്മി എൻ്റെ സൈസ് ആവട്ടെ, സ്വഗീറുൻ ചെറുതാണ്, എൻ്റെ വലിപ്പമൊക്കെ ചെറുതാണ്. അഖ്തഫി ഞാൻ മറഞ്ഞിരിക്കുന്നു, അഖ്തഫി ഞാൻ മറഞ്ഞിരിക്കുന്നത്, വറാ അൽ ഉദ്ൻ ചെവിയുടെ പിന്നിലായിട്ടാണ് ഞാൻ മറഞ്ഞിരിക്കുന്നത് എന്നാണ്. ഉസാനിദു ലോഫസം, ഉസാനിദു ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ്. ഉസാനിദു പിന്തുണക്കുക, സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെയാണ് കേട്ടോ. ലോഫസം കേൾവി കുറവുള്ള, കേൾവി ദുർബലമായിട്ടുള്ള, കേൾവി കുറവുള്ള ആളുകളെ ഞാൻ സഹായിക്കുന്നു, അവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ്. നമ്മൾ എന്താണ് വായിച്ചത്? ഇവിടെ കന്നഡ, അതുപോലെ തന്നെ ഉക്കാസ, അതുപോലെ തന്നെ മൊയിനുസം അവരവരുടെ ആ ഒരു കഥ പറയാണ് അല്ലേ? അവരവരെ കുറിച്ച് പറയുന്നതാണ് നമ്മൾ പഠിച്ചത്. ഇതിലെ നവാറ മിക്കവാറും നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. എന്നാൽ ഉക്കാസ, അതുപോലെ മൊയിനുസം ഇതൊക്കെ എന്താണ്? പുതിയ പുതിയ വാക്കുകളാണ്. ഇത്തരം വാക്കുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിക്കണേ. എന്താണ് നമ്മുടെ ആക്ടിവിറ്റി? നമ്മൾ ഈ വായിച്ചതുപോലെ നിങ്ങൾ ആരെക്കുറിച്ച് എഴുതണം? അൽ കുർസിയിൽ മുത്തഹരിക് അല്ലേ? വീൽ ചെയറിനെ കുറിച്ച് എഴുതണം. എങ്ങനെയാണ് തുടങ്ങേണ്ടത്? അന കുർസിയിൽ മുത്തഹരിക്, ഞാൻ ആരാണ്? വീൽ ചെയർ ആകുന്നു. അന കുർസിയിൽ മുത്തഹരിക്. ഇനി എന്താ പറയുക? നിങ്ങൾക്ക് എന്നെ ഹോസ്പിറ്റലുകളിൽ കാണാം. എങ്ങനെ പറയും? സാധാരണ നമ്മൾ വീൽ ചെയർ എവിടെയാണ് കാണാറ്? ഹോസ്പിറ്റലുകളിലാണ് അല്ലേ? അപ്പം എങ്ങനെ പറയാൻ പറ്റും? തെറാനി, നിങ്ങൾക്ക് എന്നെ കാണാം, അല്ലെങ്കിൽ നിനക്ക് എന്നെ കാണാം. ഫിൽ മുസ്തഷ്ഫയാത്ത്, ഹോസ്പിറ്റലുകളിൽ നിനക്ക് എന്നെ കാണാം എന്നാണ്. എന്നെ കണ്ടുപിടിച്ചത് സ്റ്റീഫൻ ഫാർഫ്ലർ ആകുന്നു. എങ്ങനെ പറയാം? എന്നെ കണ്ടുപിടിക്കുക എന്നുള്ളതിന് എന്താ പറയുക? ഇഖ്തറ എന്നാണ് പറയുക കേട്ടോ. ഇഖ്തറഅനി, എന്നെ കണ്ടുപിടിച്ചിട്ടുള്ളത് ആരാണ്? സ്റ്റീഫൻ ഫാർഫ്ലർ ആകുന്നു. അടുത്തതായിട്ട് എന്ത് പറയാൻ പറ്റും? ഞാൻ രോഗികളായ ആളുകളെ ഒരു സ്ഥലത്തിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാൻ സഹായിക്കുന്നു. എങ്ങനെ പറയാം? ഞാൻ സഹായിക്കുന്നു. എന്താണ് പറയുക? ഉസാഇദു, ഞാൻ സഹായിക്കുന്നു. ആരെ? അൽമരീള, രോഗികളായിട്ടുള്ള ആളുകളെ. ഉസാഇദു അൽമരീള ലിദ്ദിഹാബി, പോകുവാൻ വേണ്ടിയിട്ട്. മിൻ മക്കാനിൻ, ഒരു സ്ഥലത്ത് നിന്നും, ഇലാ മക്കാനിൻ, മറ്റൊരു സ്ഥലത്തേക്ക്. ഉസാഇദുൽ മരീള ലിദ്ദിഹാബി മിൻ മക്കാനിൻ ഇലാ മക്കാൻ. ഓക്കെ, ഇനി താഴെ എന്താണ് കൊടുത്തിട്ടുള്ളത് നോക്കൂ. നതദറബു അലാ ഖത്തുർ റുഖ, ഖത്തുർ റുഖ പരിശീലിക്കാം എന്നാണ് അല്ലേ? അറബി ഭാഷയിലുള്ള ഒരു എഴുത്തിൻ്റെ രൂപമാണ് ഏത്? ഖത്തുർ റുഖ എന്ന് പറയുന്നത്. അവിടെ കൊടുത്തിട്ടുള്ള അക്ഷരങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതേ രൂപത്തിൽ എഴുതി നോക്കുകയാണ് വേണ്ടത് കേട്ടോ. അവിടെ കൊടുത്ത അക്ഷരങ്ങൾ അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതി പരിശീലിക്കുക. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് ടീച്ചർ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇൻഷാ അല്ലാഹ് പുതിയ ക്ലാസ്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.